പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിക്കൽ സത്യവും കള്ളവും കൂടി ഒരു യാത്ര പോയി. വഴിമധ്യേ അവരൊരു അരുവി കണ്ടു. കള്ളം സത്യത്തിനോട് പറഞ്ഞു, നല്ല തണുത്ത വെള്ളം, നമുക്കൊന്ന് കുളിച്ചാലോ? നല്ല ക്ഷീണമുണ്ട്, നന്നായി മുങ്ങിക്കുളിച്ചാൽ ക്ഷീണമെല്ലാം മാറും. കള്ളത്തിന് അത്ര വിശ്വാസമില്ലെങ്കിലും സത്യം ചിന്തിച്ചു, നല്ല തെളിഞ്ഞ വെള്ളം, ഒന്ന് കുളിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ. ഒടുവിൽ വസ്ത്രങ്ങൾ തീരെ തഴിച്ചു വെച്ച് രണ്ടുപേരും കുളിക്കാനിറങ്ങി. വെള്ളത്തിൻ്റെ കുളിർമയിൽ കള്ളം തിരികെ കരയിൽ കയറിയത് സത്യം കണ്ടില്ല. ഒന്നും ഉരിയാടാതെ കള്ളം സത്യത്തിൻ്റെ വസ്ത്രങ്ങളണിഞ്ഞ് ഗ്രാമത്തിലേക്ക് പെട്ടെന്ന് നീങ്ങി. എന്തോ പറഞ്ഞ് തിരിഞ്ഞ സത്യം കള്ളം കൂടെയില്ല എന്ന് മനസ്സിലാക്കി. വസ്ത്രങ്ങൾക്കായി തിരഞ്ഞ സത്യം താൻ പെട്ട ചതിക്കുഴി മനസ്സിലാക്കി. തൻ്റെ വസ്ത്രങ്ങൾ കള്ളം ധരിച്ചാലുള്ള വിപത്ത് നന്നായി അറിയാവുന്ന സത്യം മെല്ലെ കരയിൽ കയറി ആദ്യം കണ്ട ആളിനോട് കാര്യം പറയാൻ ശ്രമിച്ചു. പക്ഷേ സത്യം അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ അവജ്ഞയോടെ സത്യത്തോട് ദൂരെ പോകാൻ ആക്രോശിച്ചു. അല്ലേലും നഗ്നസത്യത്തെ ആർക്കും ഇഷ്ടമല്ലല്ലോ. വീണ്ടും വെള്ളത്തിൽ ഒളിച്ച സത്യം നിവർത്തിയില്ലാതെ കള്ളത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് കള്ളത്തിന് പുറകെ പാഞ്ഞു. പക്ഷേ ഈ സമയം കൊണ്ട് സത്യം ചമഞ്ഞ കള്ളം തൻ്റെ കഥകൾ പലരെയും വിശ്വസിപ്പിച്ച് ദീർഘദൂരം പിന്നിട്ടിരുന്നു. ഓർക്കുക, വളരെ തന്മയത്വത്തോടെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള സത്യത്തിൻ്റെ പുറംചട്ടയണിഞ്ഞ ഒത്തിരി പേർ നമ്മുടെ ഇടയിലുമുണ്ട്. ആരു തന്നെയായാലും പറയുന്നത് അപ്പാടെ വിശ്വസിക്കാതെ സ്വന്തമായ ഒരു വിലയിരുത്തൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പലരും പറഞ്ഞ കള്ളങ്ങൾ തകർത്ത് എത്രയോ കുടുംബങ്ങൾ, എത്രയോ ബന്ധങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നിർദോഷിയായ ഒരുവനെ ചതിച്ച നാവുകൾ സ്വയം ചതിക്കുമെന്ന ഓർമ്മ നന്ന്. ആരെയും നോവിക്കാതിരിക്കൂ. സന്തോഷം കൊടുത്തില്ലെങ്കിലും സന്താപം കൊടുക്കാതിരിക്കൂ.